അല്ലേ? അത് കേൾക്കാൻ വായിക്കാൻ ഒരു ആരെങ്കിലുമുണ്ടോ? 10,000 ഏക്കർ സ്ഥലമാണ് കത്തിനശിച്ചത്. ആയിരക്കണക്കിനല്ല, 10,000 വീടുകളിലെ കത്തിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ആ ദേശത്തിൻ്റെ ഒരു പടം കാണുകയുണ്ടായി. അതിൻ്റെ ഒരു എയർവ്യൂ. എന്തോ ഒരു വീടുകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. ചെറിയ വീടുകളല്ല, വലിയ വലിയ കൊട്ടാരങ്ങൾ തുല്യമായ വീടുകളാണ്. ആ തീ ആരംഭിക്കുന്നത് അത്ര വലിയൊരു തീ കൊണ്ടല്ലോ, ചെറിയ സ്പാർക്ക് കൊണ്ടായി. ഇതെങ്ങനെയാ തുടങ്ങിയെന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും വളരെ ചെറിയൊരു തീയായിട്ട് തുടങ്ങിയതാണ്. ഒന്നുകിൽ കരിയിലേക്ക് തീ പിടിച്ചെന്നോ, അല്ലെങ്കിൽ ഇടിമിന്നി ഏതെങ്കിലും മരം കത്തിയതോ, അങ്ങനെയൊക്കെ ആയിരിക്കും ആരംഭം എന്ന് പറയുന്നത്. തീ വളരെ ഉപകാരമുള്ളതാണെങ്കിലും വളരെ അപകടകാരിയാണ്. വളരെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കില്ല. ഇന്ന് നമ്മളെല്ലാവരും തീയുടെ ഉപയോഗം കണ്ടവരല്ലേ. ആഹാരം പാചകം ചെയ്യാൻ ഒക്കെ നമുക്ക് തീ വേണം. അതെ, എന്നാൽ അത് വളരെ അപകടകാരിയായിട്ടുള്ള ഒന്നാണ്. വചനത്തിലും തീയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാന് ഒരു വേദഭാഗം വായിച്ചിട്ട് ചില കാര്യങ്ങള് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ നാവിന് കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. ഇവിടെ നാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ നാവിന് കടിഞ്ഞാനിടാതെ. ഈ നാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്ന വേറൊരു ഭാഗം 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യമാണ്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് കുറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വക എല്ലാ മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. നാവിനെ കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായ ഒരു വിവരണം വിശുദ്ധ ബൈബിളിലില്ല. അതെ, ഒരു ചെറിയ ഉപകരണമാണ് നാവ്. നമ്മുടെ ശരീരത്തിലെ കുറെ അസ്ഥിയില്ലാത്ത ചുരുക്കം ഭാഗങ്ങളിലൊന്നാണ് നാവ്. അതിനെ വെച്ചിരിക്കുന്നതാണെങ്കിൽ 32 പടയാളികളുടെ നടുവിലാണ്. ആരും അതിനെ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. എന്നാൽ അതെല്ലാവരും അറ്റാക്ക് ചെയ്യും. ഓരോ ദിവസവും നാവ് കൊണ്ട് നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങള് ഇവിടെ യാക്കോബ് ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണത് വിവരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നാവ് ചെറിയ അവയവെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കും. നാവും ഒരു തീ തന്നെ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ നാക്ക് എന്ന് പറയുന്നത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുവാൻ ശക്തിയുള്ള ഒരു അവയവം. വളരെ ചെറുതാണ്, എന്നാൽ വളരെ ഉപകാരമുള്ളതാണ്. ഇതുകൊണ്ടാണല്ലോ നാം ദൈവത്തെ സ്തുതിക്കുന്ന. യാക്കോബ് പറഞ്ഞല്ലോ, അതുകൊണ്ട് നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. എന്നാൽ സ്തുതി കഴിഞ്ഞാൽ ഉടനെ പിന്നെന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ ശപിക്കുന്നു. ഇത് രണ്ടും അതിനുണ്ട്. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. ഒരേ ഉറവയിൽ നിന്ന് രാവിലെ വെള്ളം കോരാൻ ചെന്നപ്പോൾ നല്ല വെള്ളമാണ്. വൈകിട്ട് വെള്ളം കോരാൻ ചെന്നപ്പോൾ കാഞ്ഞിരം പോലും കഴിക്കുന്ന വെള്ളമാണ്. അപ്പോ യാക്കോബ് ചോദിക്കുന്നു, അതെങ്ങനെയാ സാധിക്കുന്നത് ചോദിക്കുന്നു. മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരം വരിക എന്ന് പറയുന്നത്. പക്ഷെ ഈ നാവെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉറവയാണ്. ചില സമയത്ത് അതിൽ നിന്ന് വരുന്നത് കേട്ടാൽ നമ്മൾ അതിശയിക്കും, ഇതെല്ലാം എവിടെ ഇരിക്കുന്നു. ചില സമയത്ത് എത്ര നല്ല ചക്കര വർത്തമാനം എന്ന് പറയില്ലേ, എന്തോ നല്ല വർത്തമാനം. സ്വർഗത്തിലെ ദൂതന്മാർ പോലും അതിശയിക്കും. ഇതുവരെ കൈപ്പേറിയ ഈ വെള്ളം പമ്പ് ചെയ്തതായിരിക്കുന്ന നാവിന്
ഇത്രയധികം മധുരമുള്ളതായിരിക്കുന്ന വാക്കുകളെ എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഒരു വിചിത്രമായിരിക്കുന്ന അവയവം തന്നെയാണ്. അല്ല, ഇത് ചെയ്യുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് തീയെ പോലെയാണ്. തീ വളരെ ഉപകാരമാണ്. നമുക്ക് ആഹാരം പാചകം ചെയ്യാനും നമുക്ക് വെളിച്ചം നൽകാനും ഒക്കെ അത് ആവശ്യമാണ്. പക്ഷേ നമുക്കറിയാം തീ കൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന ദോഷങ്ങൾ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ലോസ് ആഞ്ചലസിലേക്ക് നോക്കിയാൽ മതി. മുഴുവൻ അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവനും അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കിടത്താനായിട്ട് ശ്രമിച്ചിട്ട് കെട്ടടങ്ങുന്നില്ല. അത് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കരമായിരിക്കുക. നമുക്കത് അറിയില്ല. ഒരു 50,000 ഏക്കർ സ്ഥലമൊക്കെ തീ പിടിച്ചു പോകുക എന്നുള്ള വനമാണ്. മുഴുവൻ കത്തുക. അതിൻ്റെ ഇടയിലുള്ള എല്ലാ വീടുകളും കത്തി 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 കത്തിയാ പോകുന്നു. ഒന്നും അവശേഷിക്കുന്നില്ല. കുറെ ആളുകളെയും കൊന്നു. ഭയങ്കരമായിരിക്കും തീപിടുത്തമാണ്. അബദ്ധവശാൽ ഉണ്ടായെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചരിത്രം കാണും. അത് അന്വേഷിക്കാനുള്ളതായിരിക്കുന്ന സമയവും സാവകാശവും നമുക്കില്ല. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യവുമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ അഗ്നിയോടാണ്, തീയോടാണ് നമ്മുടെ നാവിനെ തുല്യം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വായിക്കകത്ത് എന്താ ഉള്ളത്? ലോസ് ആഞ്ചലസ് പട്ടണത്തെ കത്തിക്കാൻ മതിയായ തീയാണ് നമ്മുടെ എല്ലാം ഉള്ളത്. 1-ാം ലോകമായുദ്ധവും 2-ാം ലോകമായുദ്ധവും ഒക്കെ നാവിന്റെ ദോഷം കൊണ്ടാ ഉണ്ടായെന്നാ പറയുന്നത്. എത്ര ലക്ഷം ആളുകളെ കൊല്ലപ്പെട്ടത്? എത്ര ലക്ഷം? സംസാരത്തിൽ നിന്നുണ്ടായതായിരിക്കുന്ന പ്രശ്നങ്ങളാണതല്ല. ഇന്നും അങ്ങനെയാണ്. പല വഴക്കുകളും ചണ്ട കൂടുന്നത് എങ്ങനെയാ? രണ്ടാളുകൾ സ്നേഹത്തിലാണ്, അല്പസേനം കഴിയുമ്പോൾ ഭയങ്കര പൂരം അടിയാ. എന്താ അടിക്ക് കാരണം എന്ന് ചോദിച്ചാൽ നാവാണ്. ഒരുത്തിന് ഇഷ്ടമില്ലാത്ത ഒന്ന് മറ്റൊരു ആള് പറഞ്ഞു അതിന്റെ നാവ് കൊണ്ട്. അപ്പൊ യാക്കോബ് പറയുന്നത് ഇത് ചെറിയ അവയവമെങ്കിലും വലിയ തീ കത്തിക്കാൻ ശക്തമായ ഒരു അവയവമാണ് എന്ന് പറഞ്ഞാൽ, അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയാ യാക്കോബ് പറയുന്നത്? ജീവചക്രത്തിന് തീ കൊളുത്തി നരകത്താൽ ഭയങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ നാവ് നമുക്ക് ഏറ്റവും അനുഗ്രഹം വരുത്തുന്നതുമാണ്, അതേസമയം തന്നെ അത് ശാപം വരുത്തുന്നതുമാണ്. ശരിയായി ഉപയോഗിച്ചാൽ അനുഗ്രഹം, തെറ്റായി ഉപയോഗിച്ചാൽ ദോഷം. അപ്പൊ നാവ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാവ് ഒരു അനുഗ്രഹമാണോ ഒരു ശാപമാണോ എന്ന് ആരാ നിശ്ചയിക്കുന്നത്? കേൾക്കുന്നവരാ നിശ്ചയിക്കുന്ന പലപ്പോഴും. പക്ഷെ നാം തന്നെ നിശ്ചയിക്കണം. കേൾക്കുന്നവർ നിശ്ചയിക്കാതെ നാം തന്നെ നിശ്ചയിക്കണം. എനിക്ക് ദൈവം തന്നതായിരിക്കുന്ന നാവ് എനിക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഒരു ശാപമായിട്ടാണോ? ചില സന്ദർഭങ്ങളിൽ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അതിപ്പോ വിഷമം എങ്ങനെയും തോന്നാം. നല്ല കാര്യം പറഞ്ഞാലും വിഷമം തോന്നാം. തെറ്റ് ചെയ്യുന്ന ചില ആളുകൾക്ക് ബുദ്ധിപദേശം കൊടുത്താൽ അവർ ഭയങ്കരമായി അവരെ വിഷമിക്കുക. 4 വെച്ചാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിലർ പറയും. അവർ ചില ദോഷങ്ങളാണ് പറഞ്ഞത്, അവർക്ക് ഗുണോപദേശമാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്, നശിപ്പിക്കുക. അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. പിന്നെ അത് സംഭവിക്കുമ്പോൾ അച്ചായൻ പറഞ്ഞതാ, നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്ന് അവരെ പറയും. അത് കുറെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ഉണ്ടാകുന്ന ആപത്തുകൾ ഉടനടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു തലമുറ കഴിഞ്ഞാൽ ഉണ്ടാകും. അരുത് എന്ന ആളുകൾ പറഞ്ഞാൽ അത് കേൾക്കില്ല. അപ്പൊ നാവ്, നമുക്ക് ദൈവം തന്നിട്ടുള്ള നാവ് ഒരു അനുഗ്രഹമാണോ ഒരു ശാപമാണോ? നാവില്ലാത്ത മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ ഒക്കുമോ? സംസാരശേഷി ഇല്ലാത്ത ആളുകളുണ്ട്, അവർക്ക് നാവുണ്ട്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ആംഗ്യങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. മനുഷ്യന് നാവെന്ന് പറഞ്ഞ ഒരു ഓർഗൻ മനുഷ്യന്റെ ശരീരത്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ ഒരു 90% ഇല്ലാതെയാവും. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പറയും സംസാരശേഷി ഇല്ലാത്ത ഡെഫായിട്ടുള്ളവരുടെ വഴക്ക്, അവർക്ക് കൂടുതൽ വഴക്ക്. കാരണം എന്താ പറയുന്നതെന്നുള്ളത് ഒരാൾക്ക് അറിയില്ല. അവരോട് മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് പറയുന്നത്. ഡെഫിന്റെ ഇടയിൽ ഒരുപാട് വഴക്കുണ്ടാവും എന്നാ പറയും. കാരണം ആശയവിനിമയം പൂർണ്ണമാകുന്നില്ല. പറയാൻ ഉദ്ദേശിച്ചല്ല മറ്റേ ആൾക്ക് ചിലപ്പോൾ കിട്ടുന്നത്. നാവ് എന്ന് പറയുന്നത് ആശയവിനിമയത്തെ കുറിച്ചാണ്. ഈ നാക്കിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഉള്ള സംസാരശേഷി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചില വാക്യങ്ങളെ വായിച്ച് ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാമെന്ന് ആഗ്രഹിക്കുക. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 13-3.
അത് പറയുന്നത് വായ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. വായ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. ഡോക്ടർമാരുടെ അടുക്കെ ചെന്നാൽ അവർ നോക്കുന്ന വിവരങ്ങൾ ഒന്നാണ് വാ വിളിക്കാൻ പറയും, നാക്ക് നീട്ടാൻ പറയും. ഡെന്റിസ്റ്റ് ആണെങ്കിൽ പല്ലൊക്കെ നോക്കിയിട്ട് പറയും വളരെ ഡേഞ്ചറസ് ആണ്, ക്യാവിറ്റി ഉണ്ട്, നിങ്ങളുടെ ബ്രെയിനിൽ വരെ നിങ്ങൾക്ക് പ്രശ്നം വരാം, ഹാർട്ടിന് പ്രശ്നം വരാം. അത് ശരിയാണ്. അതുകൊണ്ട് മനുഷ്യൻ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവൻ്റെ വായെന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്ന വായെ സൂക്ഷിക്കുന്നവരെന്ന് പറയും. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. നമ്മുടെ പ്രാണനെ നിത്യനരകത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഉപകരണമാണ് ഈ വായെന്ന് പറയുന്നത്. ഇത് ഭയങ്കര നാശം വിതയ്ക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അത് പറയുന്നത് അധരങ്ങളെ പിളർക്കുന്നവന് നാശം ഭവിക്കുമെന്നാണ്. അധരങ്ങളെ പിളർക്കുക എന്ന് പറയുന്നതിന് ഓപ്പൺ ദ ലിപ്സ് വൈഡ് എന്നാണ്. വായ ഇങ്ങനെ തുറക്കുന്നത്, വാ തുറന്നിങ്ങനെ, അതെ, അവന് നാശം ഭവിക്കും. വല്ലതും കഴിക്കുമ്പോൾ തുറക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. എന്ന് പറഞ്ഞാൽ ചിലർ പറയില്ലയോ, ഇതിന്റെ വായ നടക്കി വെക്കടാന്ന്. ചിലരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബ്രേക്കുമില്ല വെല്ലുമില്ലാത്ത സൈക്കിളിൽ കയറി പോകുന്ന പോലെ എവിടെയാ ചെന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ നമ്മുടെ ഒരു നല്ല ബുദ്ധിപദേശമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ വായെ നാം സൂക്ഷിക്കണം. വായെ കാത്തുള്ള പ്രാണനെ സംരക്ഷിക്കുന്നു. എൻ്റെ ജീവനെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. 83 വയസ്സുണ്ട്, ഇതുവരെ ഈ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും എന്നെ തല്ലിയിട്ടില്ല. അപ്പച്ചൻ ഞാൻ പറഞ്ഞതിനൊന്നും തല്ലിയിട്ടില്ല. പറഞ്ഞതിന് ഒരിക്കൽ തല്ലി, ഒരാളെ ഭ്രാന്തി എന്ന് വിളിച്ചതിന് അപ്പച്ചൻ അടിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മറക്കാൻ ഒക്കില്ല. അത് കുറച്ചടിയൊന്നുമല്ല, 10-40 അടി അടിച്ചത്. ആയാലും അതെനിക്ക് വളരെ ഗുണം ചെയ്തു. അതിനുശേഷം നാക്ക് തുറന്ന് എന്തെങ്കിലും പറയുമ്പോൾ അതെ, പിന്നെ എൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ ശാസിക്കേണ്ടത് ശാസിക്കുകയും ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. എല്ലാവരും ഒന്നും ഉൾക്കൊള്ളുകയില്ലെന്നുള്ള ശരിയാണ്. അപ്പൊ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ കാത്തുകൊള്ളുന്നു. നിങ്ങളുടെ പ്രാണനെ സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ വായിക്ക് കടിഞ്ഞാണിടുക എന്ന് പറയും. സദൃശവാക്യങ്ങൾ 29:20 പറയുന്നത്, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ, അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വാക്കിൽ ബദ്ധപ്പാടെന്ന് പറയുന്നതിന് ഹേസ്റ്റി ഇൻ ഹിസ് വേർഡ്സ് എന്നാണ്. ധൃതി പിടിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ. ഓരോ വാക്കും ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ തുലാസിൽ തൂക്കി തൂക്കി നോക്കിയിട്ട് അത് ശരിയായതാണെന്ന് കണ്ടാൽ മാത്രമേ വായിൽ നിന്ന് പുറത്തേക്ക് വരാം. അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനെയും അത് പുറത്തു വരുന്നതിന് മുമ്പ് തൂക്കി നോക്കണം. ആരെയും മുറിപ്പെടുത്തുമോ, ഉചിതമായതാണോ, ഭാരമുള്ളതാണോ, ഭാരം കുറഞ്ഞതാണോ, അശുദ്ധമായതാണോ, നല്ലതാണോ, അങ്ങനെ നോക്കുമോ. സാധാരണ മനുഷ്യരും അങ്ങനെയല്ല, വരുന്നത് അങ്ങ് പറയുക, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണുക. അങ്ങനെ ചെയ്യുന്നവൻ കല്ലെടുത്തെറിയുന്നവനെ പോലെയാണ്. കല്ല് കയ്യിൽ നിന്ന് പോയാൽ എവിടെയാ ചെല്ലുന്നെന്നുള്ളത്, അതെന്ത് ദോഷമോ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെയാണ് വാക്കുകളെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവെന്നാണ്. മൂഢൻ അവനേക്കാൾ പ്രത്യാശയുണ്ടെന്നാണ് പറയുന്നത്. ഒരു മൂഢനായ മനുഷ്യന്, ഒരു ഇഡിയറ്റായിട്ടുള്ള മനുഷ്യൻ അവനേക്കാൾ പ്രത്യാശയും. എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ ബന്ധപ്പെട്ട് ഉത്തരം പറയരുത്. പത്രോസ് ഒരിക്കൽ അങ്ങനെ പറഞ്ഞു, എന്ത് പറയണമെന്നറിയാതെ അവനത് പറഞ്ഞു എന്നാ. നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് 3 കുടിൽ ഉണ്ടാക്കട്ടെ. ഉടനെ സ്വർഗത്തിൽ നിന്ന് ഇടപെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രന് ചെവി കൊടുക്കാൻ പറഞ്ഞു. മോശയെ ഏലിയാവൊക്കെ പോട്ടെന്ന് പറഞ്ഞു, അവർക്ക് കുടിലുണ്ടാക്കാനാണ്. ദൈവത്തിന്റെ പുത്രനും അവരെയും 3 പേരെയും ഒരേ തരത്തിലുള്ള കുടിൽ പാർപ്പിക്കാനും പത്രോസിനെ ശാസിച്ചു. കർത്താവ് ഒരിക്കൽ പത്രോസിനെ പിശാചി എന്ന് വിളിച്ചു. താൻ എന്നെ വിട്ടു എന്ന് പറഞ്ഞു. നാക്കിന്റെ ഉപയോഗം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ മുൻപ് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. നാക്കിന്റെ ഉപയോഗമാണ്. പത്രോസ് നാക്ക് വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, വളരെ ലൂസായി. ശ്രേഷ്ഠ അപ്പോസ്തലനാണ്, അതിനൊന്നും കുറവില്ല. കർത്താവിന്റെ മുൻപിൽ അവൻ വലിയവൻ തന്നെയാണ്. പക്ഷേ അവന്റെ നാവിനെ സൂക്ഷിക്കുന്നതിൽ പത്രോസ് ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബദ്ധപ്പാടുള്ള ഒരു നാവുണ്ടാകരുത്. ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് ബദ്ധപ്പാടുള്ള നാവുണ്ട്, ഭാര്യമാർക്കും ബദ്ധപ്പാടുള്ള നാവുണ്ട്. പറയുന്നതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും അവരറിയുന്നില്ല. അപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വലിയ പ്രശ്നമാണ്, വളരെ വലിയ പ്രശ്നമാണ്. കൗൺസിലിങ്ങിന് വരുമ്പോൾ ഭർത്താവ് പറയുന്നത്, ബ്രദറെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇവരുടെ നാവ് മാത്രമാണ് പ്രശ്നം. അതാ വായിക്കകത്ത് കുത്തിക്കെട്ടി ഇടയ്ക്ക് വെക്കാമെങ്കിൽ
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ സംസാരം കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമേ ഉള്ളൂ. സംസാരം കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം. എന്താ ഇന്ന് താമസിച്ചെന്ന് ചോദിക്കില്ല, എവിടെയായിരുന്നു വായി നോക്കാൻ പോയിരിക്കുക എന്നേ ചോദിക്കത്തുള്ളൂ. എന്തൊരു വ്യത്യാസമുണ്ട് ഇല്ലേ? എന്തൊരു വ്യത്യാസം. അങ്ങനെയൊക്കെ ചോദിക്കും ഓരോ കാര്യങ്ങൾ. പറയുമ്പോഴും അങ്ങനെ പറയും. അങ്ങനെ പറയരുത്. വാക്കിൽ ബന്ധപ്പാടുള്ള മനുഷ്യനെ വാക്കുകൾ തൂക്കി നോക്കിയിട്ട് വേണം പറയാൻ. കർത്താവിന് ആരോടും ഐ ആം സോറി എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയതാണ് എന്ന് കർത്താവിന് ആരോടും പറയണ്ട. കർത്താവിന്റെ വാക്ക് നാവ് കൊണ്ട് കർത്താവ് ശക്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വെള്ള തേച്ച കല്ലറുകളെ, സർപ്പസന്തതികളെ എന്തെല്ലാം കർത്താവ് പറഞ്ഞു. പരീശന്മാർക്കെതിരെ എന്തെല്ലാം പറഞ്ഞു. പറയേണ്ടടുത്ത് പറയണം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്നും അതുപോലെ വെള്ള തേച്ച കല്ലറുകളും സർപ്പസന്തതികളും വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അവരോട് അങ്ങനെ തന്നെ പറയണം. യോഹന്നാനും അങ്ങനെ തന്നെ പറഞ്ഞു. യോഹന്നാൻ ഹെരോദാവിനെ ശാസിച്ചത് കൊണ്ടല്ലേ, ഹെരോദ്യെ ശാസിച്ചത് കൊണ്ടാണ് അവരുടെ തല പോയത്. പക്ഷേ അതവൻ പറയേണ്ട കാര്യമായിരുന്നു. ദേശത്തെ ഭരിക്കുന്നതായിരിക്കുന്ന ഭരണാധികാരി സഹോദരന്റെ ഭാര്യയെ അടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തെറ്റ ശരിയായ ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് യോഹന്നാൻ ശാസിച്ചു. പക്ഷെ ആ ശാസനം കേൾക്കുന്നയാളായിരുന്നില്ല ഹെരോദാവ് ഭാര്യയെ. അതുകൊണ്ട് ഹെരോദാവിന് തന്നെ തല പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ യോഹന്നാൻ സംസാരിക്കാതിരുന്നെങ്കിൽ അത് സാധിക്കുകയില്ല. പ്രവാചകന്മാർക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചെങ്കിലേ സാധിക്കും. ആളുകളെ ഇഷ്ടപ്പെടുത്താനായിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട്. അതിനെ ബൈബിള് നഖശികാതെ എതിർക്കുന്നുണ്ട്. മറ്റുള്ളവരെ മനഃപൂർവ്വം പ്രസാദിപ്പിക്കാൻ വേണ്ടി സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും സത്യം പറയാതിരിക്കുകയും അതിശോക്തികൾ പറയുകയൊക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വാക്കിൽ ബന്ധപ്പാട് വരരുത്. ധൃതി വെച്ചൊന്നും പറയരുത്. യാക്കോബ് തന്നെ അതേക്കുറിച്ച് പറയുന്ന കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും എന്നാണ്. അധികം താമസിയാതെ ഉത്തരം പറയേണ്ടത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ സാറേ ഒരു 2 മണിക്കൂർ ചിന്തിക്കാൻ തരുമോ നമുക്ക് ചോദിക്കാനൊക്കെ വരും. അപ്പം നമ്മൾ ഉത്തരം പറയുന്നെങ്കിൽ വെക്കും. എന്നാൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ച് നുണ പറയുന്നതിനേക്കാൾ ഐ ആം സോറി എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ അവർ അതിന് മാർക്ക് തരും, സത്യസന്ധതയ്ക്ക് മാർക്ക് തരും. അറിയില്ലെങ്കിലും വെറുതെ ഊഹിച്ചോരോന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ കിട്ടുന്ന ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു കള്ളനാണ് ആള്. ഇവൻ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവൻ ഊഹിച്ച് പൊട്ടത്തിലും പറയുന്ന ഒരാളാണ്. ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പോകും. നെഗറ്റീവ് മാർക്കുണ്ട്. അറിയാൻ വയ്യാത്ത ഉത്തരങ്ങൾ ഊഹിച്ചെഴുതും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? നെഗറ്റീവ് മാർക്സ് ഉള്ളത് കൊണ്ട് 10 ശരിയും 10 തെറ്റും വന്നാൽ 10 മാർക്ക് കിട്ടില്ല, 0 മാർക്ക് കിട്ടും. ശരിക്കൊരു മാർക്കും തെറ്റിന് ഒരു മൈനസ് മാർക്കുമാണ്. അപ്പൊ പിന്നെ 10 ശരിയും 10 തെറ്റും വന്നാൽ പരീക്ഷ കഴിയുമ്പോൾ 0 മാർക്കാണ് കിട്ടുന്നത്. എന്നാൽ ഈ 10 തെറ്റ് എഴുതാതെ വിട്ടിരുന്നെങ്കിൽ 10 മാർക്ക് കിട്ടിയിരിക്കും, 10 മാർക്ക് കിട്ടിയിരിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പറയും. അതാണ് ഈ ധൃതി എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ധൃതി വെച്ച്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ധൃതി വെച്ച് പറഞ്ഞതിന്റെ പരിണിത ഫലം പറയാണ്. ഒരപ്പച്ചൻ ഒരിക്കൽ എൻ്റെ പേന ചോദിച്ചു, മോനെ പേന ചൊല്ലു തന്നേന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പേന ഇല്ല. ഞാൻ പറഞ്ഞു കളഞ്ഞു പോയി അപ്പച്ചാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓർമ്മ വന്ന് കളഞ്ഞതല്ല, എൻ്റെ സ്നേഹിതൻ കൂട്ടുകാരൻ പേന അങ്ങോട്ട് ചോദിച്ചു, തിരിച്ചു തന്നില്ല. ഉടനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനെ കൊടുത്താന്ന് പറഞ്ഞു. അപ്പച്ചൻ വരാൻ പറഞ്ഞു. അപ്പച്ചൻ എനിക്കന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 അടി തന്നത്. ഭയങ്കര ഉരുൾ അപ്പച്ചൻ അങ്ങനെ അടിക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു കള്ളം പറഞ്ഞു, ഇതേതാടാ സത്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂട്ടുകാരനെ കൊടുത്ത. പിന്നെ എന്തിനാ നീ ആദ്യം കളഞ്ഞു പോയെന്ന് പറഞ്ഞു? എന്തിനാ പറഞ്ഞു? നിനക്ക് ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞ പോരെ. 1 മിനിറ്റ് ഉള്ളിൽ തന്നെ പറഞ്ഞല്ലോ കൂട്ടുകാരൻ്റെതാണ്. അപ്പൊ ഇത്ര ധൃതി വെച്ച് പറയുന്നത്. അതാണ് ഈ ധൃതി ഇത്തരം പറയുന്നത്. ധൃതി പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പേന കാണുന്നില്ല, എല്ലാം പച്ച അത് എവിടെ പോയെന്ന് അറിയില്ല. ചിന്തിക്ക് മോനെ എന്നാ പച്ച പറഞ്ഞു. ചിന്തിക്ക്, അതെന്റെ കൂട്ടുകാരൻ്റെ കയ്യിലുണ്ട്. ഓ ശരി. അതില്ലാതെ ധൃതി പറഞ്ഞു. ധൃതി ഉത്തരം പറയരുത്. തത്രപ്പാടിലൊന്നും ഉത്തരം പറയരുത്. ശരിക്കും പറഞ്ഞാൽ മതി. ധൃതിയിൽ എന്തിനാ പറയുന്നത്? അപ്പൊ ഹേസ്റ്റി ഇൻ ഹിസ് വേർഡ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ആപത്താണ്. നമ്മളത് ചെയ്യരുത്. പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ്. സഭയിലൊക്കെ വരുമ്പോൾ ഭാര്യമാര് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഭർത്താക്കന്മാർ ചില കാര്യങ്ങൾ ചോദിക്കുമ്പം പകൽ മുഴുവനും ഒരുപക്ഷെ അവരെ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. പക്ഷേ എന്താ ചായ റെഡിയാകാഞ്ഞ, അത്താഴം റെഡിയാകാഞ്ഞ് ചോദിക്കുമ്പോൾ ധൃതിയിൽ എന്തെങ്കിലും പറയും. കൊച്ചിന്ന് മുഴുവൻ കരച്ചിലായിരുന്നു പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറയും ധൃതിയിലെടുത്ത്. അത് കള്ളമാണെന്ന് തെളിയും. കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ഇന്ന് മുഴുവൻ തലവേദനയായിരുന്നെങ്കിൽ ഭർത്താവ് വരുമ്പോൾ ആദ്യം ഭർത്താവിനോട് പറയുന്നത് എന്തായിരിക്കും? എനിക്കിന്ന് തലവേദനയായിരുന്നല്ലേ, എന്താ കാര്യം ചെയ്യാൻ ചോദിക്കുമ്പോഴാന്ന് പറയുന്നത് തലവേദനയായിരുന്നു. അല്ല,
കാരണം ഒരു കാര്യം വീഡിയോയിൽ കഴിയാതെ വണ്ണമുള്ള തലവേദനയാണെങ്കിൽ അത് ഭർത്താവിനെ അറിയിക്കും, വരുന്നവരെ അറിയിക്കും. പക്ഷേ ആളിനെ കണ്ട തലവേദനയൊന്നുള്ള ആളായിട്ട് അല്ല ഇരിക്കുന്നത്, ധൃതിയിലുള്ള ഉത്തരങ്ങളാണ്. അതുപോലെ ധൃതിയിലുള്ള പല ഉത്തരങ്ങൾ നമ്മൾ പറയും. മിക്കവാറും നുണകളെല്ലാം പറയുന്നത് സാധാരണക്കാര് ധൃതിയിലാണ്. ചിന്തിച്ച് ആലോചിച്ച് നുണ പറയുന്നവരുണ്ട്. അത് പിടികൂടണമെങ്കിൽ അല്പം കൂടെ പ്രയാസമാണ്, ചിന്തിച്ചാലോചിച്ച് നുണ പറയുന്നത്. അതുകൊണ്ട് പറയുന്ന വാക്കിൽ ബദ്ധപ്പാട് വരരുത്. ഹേസ്റ്റി ഇൻ ഹിസ് വേർഡ്സ്. സദൃശവാക്യങ്ങൾ 18:13 നമുക്കറിയാവുന്ന വാക്യമാണ്. കേൾക്കും മുൻപേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായി തീരുന്നു. കേൾക്കുന്നതിന് മുമ്പേ. കാള പറ്റൂ എന്ന് കേട്ട ഉടനെ കയറെടുക്കാൻ പോകുന്നവനെ കാള എന്നുള്ളതായിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചില്ല, പറ്റൂ എന്നുള്ള വാക്ക് കേട്ടുള്ളൂ, ഉടനെ തന്നെ കയറെടുക്കാൻ പോയി. ഏതാ ഇടാരിക്ക് കഴുത്തിൽ ചെറിയ കയറുണ്ട്, വേണം. അതുപോലെയാണ് ചില മനുഷ്യര്. കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം. തലസ്ഥാനം എന്ന് കേട്ടപ്പോ തന്നെ ഡൽഹിയിൽ നിന്ന് എഴുതി. അമേരിക്കയുടെ തലസ്ഥാനം എന്നാ ചോദിക്കാൻ വന്നത്, ചോദിച്ചത്. പക്ഷെ തലസ്ഥാനം എന്നേ കേട്ടുള്ളൂ, അപ്പൊ ഡൽഹിയിൽ നിന്ന് ഉത്തരം കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. കേൾക്കുന്നതിന് മുമ്പേ ഉത്തരം പറയുന്നവനത് ഭോഷത്വവും ലജ്ജയുമായി തീരുന്നതാണ്. ഭോഷത്വവും ലജ്ജയുമായി തീരുന്നു. എന്താണ് ചോദിച്ചത്? ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് തിരിച്ചു ചോദിക്കാം, സാർ എന്താ ഉദ്ദേശിച്ചത്? ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാനൊരിക്കല് വണ്ടിയിൽ എവിടെയോ പോയിട്ട് വരുമ്പോ ഒരു 2 മണി 3 മണി ആയപ്പോ ഒരു 5-8 പോലീസുകാരുണ്ട്, സർക്കിളുണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്, പോലീസുകാരുണ്ട്. ചങ്ങനാശ്ശേരി വെച്ചാണ്. കൈ നീട്ടി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, എഴുന്നേറ്റ്. അപ്പൊ ചോദിച്ചു, പുറത്തു പോകാറുണ്ടോന്ന്. നിങ്ങൾ പുറത്ത് ഓട്ടം പോകാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ ടാക്സി ഒന്നും ഓടിക്കുന്ന ആളല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പുറത്തൊക്കെ പോകാറൊന്നുമില്ല, കേരളത്തിലൊക്കെ തന്നെയാണ് ഉള്ളത്, പലപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയെന്നില്ല. അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ കള്ള ടാക്സി ഓടാറുണ്ടോന്ന്. അപ്പൊ പുറത്ത് ഓട്ടം പോകുന്നു ചോദിച്ചാൽ അവരത് അർത്ഥമാക്കിയത്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്താ സാറേ അർത്ഥമാക്കുന്നത് ചോദിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പുറത്ത് പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിന് പുറത്ത് നിങ്ങൾ പോകാറുണ്ടോന്നാ. പോകാറുണ്ടോ വല്ലപ്പോഴും ഒക്കെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ അയക്ക് പറയാം, അപ്പൊ നിങ്ങളെ കള്ള ടാക്സി കേരളത്തിന് പുറത്തേക്ക് ഓടിക്കുന്നതല്ലേ എന്ന് പറയാം. അപ്പൊ സാറ് ഞാൻ കള്ള ടാക്സിയെ കുറിച്ചല്ല പറഞ്ഞത്, സാർ പുറത്തു പോകാറുണ്ടെന്നല്ലേ ചോദിച്ചത്. അപ്പോ ന്യായമായി ചോദിക്കേണ്ടിരുന്ന ചോദ്യമാണ്, സാർ എന്താ അർത്ഥമാക്കിയത്? അത് ചോദിച്ചില്ല. ഞാൻ ഉറക്കത്തിലായിരുന്നു, പെട്ടെന്നുണർന്നു. ഉടനെ ഇവരെല്ലാം യൂണിഫോം ഇട്ട് 6 പേര് ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചു പോയി. പുറത്തു പോകാറുണ്ടോ എന്ന് ചോദിച്ചു. ഡ്രൈവറോടാ ചോദിച്ചത്, ഞാനാ ഉത്തരം പറഞ്ഞത്. ഉടമസ്ഥൻ ഞാനല്ലേ. അപ്പൊ കേൾക്കുന്നതിന് മുമ്പേ ഉത്തരം പറയുന്നവർക്ക് അത് ലജ്ജയാണെന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ ലജ്ജിക്കും. പക്ഷെ ഞാനത് മനസ്സിലാക്കിയാലും ഉത്തരം പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും. കേട്ടിട്ട് വേണം ഉത്തരം പറയാൻ. ഏത് ചോദ്യത്തിന് കേട്ടിട്ട് വേണം ഉത്തരം പറയാൻ. കേട്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കണം. സംശയമുണ്ട് ചോദിക്കണം. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയാം, നമുക്ക് ബുദ്ധിോപദേശത്തിന് തന്നിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 15:23 തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. വേറെ ഒരു ഭാഗത്ത് പറയുന്നത് അത് പൊൻതാലത്തിൽ വെള്ളിനാരങ്ങ പോലെയാണ്, അത് വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെയാണ്. തക്ക സമയത്ത് ചിന്തിച്ചോ, വെള്ളി കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഒരു ട്രേ, അതിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു നാരങ്ങ, എത്ര മനോഹരമായിരിക്കും അത്. തക്ക സമയത്ത് പറയാൻ വലിയ പ്രയാസമാണ്. ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ പറയാൻ വളരെ വളരെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ആളുകൾ ദുഃഖത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിൽ, മരണ വീടുകളിൽ ഭർത്താവോ ഭാര്യയോ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കുട്ടികളില്ലാതിരുന്ന് വളരെ പ്രാർത്ഥിച്ച ഒരു കുട്ടിയെ കിട്ടി, അത് ഡോക്ടറുടെ കയ്യിൽ നിന്നും പ്രസവം എടുക്കുമ്പോൾ കുട്ടി താഴെ വീണ് ചത്തുപോയി. ആ മാതാപിതാക്കൾ സാരമില്ല, ഇനി എന്തെങ്കിലും കുട്ടികളെ തരുമെന്ന് പറഞ്ഞാലേ എന്തോ സാരമില്ലെന്നോ, കൊച്ചിയത്ത സാരമില്ലെന്നോ, എന്തോ സാരമില്ലെന്ന് പറഞ്ഞ് അതൊന്നും ഉദ്ദേശിച്ചല്ലായിരിക്കും നമ്മൾ പറഞ്ഞത്. ദൈവം ഇനിയും മക്കളെ തരുമെന്നുള്ളതാ. ദൈവം ഇനിയും മക്കളെ കൊടുത്താലും കൊടുത്ത കൊച്ചിന് പകരമാവുമോ? പകരമാവില്ലല്ലോ, അതൊരിക്കലും ആവില്ല. അപ്പോ ഈ തക്ക സമയത്ത് പറയുന്ന വാക്ക് അത് ഒരു ബുദ്ധിപദേശത്തിന്റെ വാക്കായിരിക്കും, ശാസനയുടെ വാക്കായിരിക്കും, പ്രോത്സാഹനത്തിന്റെ വാക്കായിരിക്കും. ചില സമയത്ത് അത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ തക്ക സമയത്ത് വാക്ക് പറയാനുള്ള ഒരു കഴിവ് നമുക്കൊരു കഴിവ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ബുദ്ധി കൊണ്ടൊന്നും നേടാവുന്നതല്ല, ദൈവകൃപ കൊണ്ട് മാത്രം നേടാവുന്നത്. പെട്ടെന്ന് ഒരു സന്ദർഭം ഉണ്ടായ, ഒരു കാര്യം ഉണ്ടായ സന്ദർഭത്തിൽ മറ്റേ ആളിന്റെ ഫീലിംഗ് എങ്ങനെയാ നമുക്കറിയില്ലല്ലോ.
മറ്റേയാളിന്റെ വേദന എന്താണെന്ന് നമുക്കറിയില്ല. ചില സമയത്ത് നമ്മൾ തമാശ പറയും. ആളുകൾ വളരെ വേദനയിലിരിക്കുമ്പോൾ തമാശ പറയും. നമ്മൾ ഈ തമാശ പറയുന്നവരെ ആശ്വസിപ്പിക്കാനുള്ളതായിരിക്കും. അവർക്ക് എന്തായാലും വേണ്ടത് തമാശയല്ല. കാരണം ഭയങ്കരമായിരിക്കുന്ന ഹൃദയവേദനയിൽ അവരിയ്ക്കുന്നത്. അപ്പോഴേ നമ്മൾ നമ്മുടെ തമാശ കൊണ്ടുവരും. അവർ ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് വരും, പക്ഷെ അവർക്കത് വളരെ വേദന ഉണ്ടാക്കും. ഈ മനുഷ്യൻ്റെ വേദന അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, അന്നേരം വലിയ തമാശയായിട്ട് കാര്യങ്ങൾ എടുത്തു എന്നുള്ളതേ. അതെ, നമുക്ക് വളരെ ബുദ്ധിയോടുകൂടെ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണത്. തക്ക സമയത്ത് പറയുന്നതായിരിക്കുന്ന വാക്കുകൾ, അതിന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുക. കർത്താവെ, തക്ക സമയത്ത് ഉചിതമായ വാക്കുകൾ പറയാൻ നീ എനിക്ക് കൃപ തരണം. ഞാനതേക്കുറിച്ച് പറയാം. നമുക്ക് കോപം വന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോകും. കോപം വന്നിട്ട് എന്ത് പറഞ്ഞാലും തെറ്റിപ്പോകും. അപ്പൊ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉത്തരം പറയരുത്. ഒരു സ്വല്പസമയം ശാന്തമായിരിക്കുക, ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് ഒക്കെ വരിക, ഒന്ന് ശാന്തമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക, മൗനമായിരുന്നൊന്ന് പ്രാർത്ഥിക്കുക, കൃപ തരണേ. കോപം വന്നിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ തെറ്റും, എവിടെയും തെറ്റും. കാരണം കോപം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ ആകെ അപ്സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ വരുന്നതായിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളരെ തെറ്റായ ചിന്തകളാണ്. അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മാതാപിതാക്കളോടായാലും ടീച്ചേഴ്സിനോടായാലും ആരോടായാലും കോപം വന്ന ശേഷം ശാന്തമായിരിക്കുക നല്ലത്, പ്രാർത്ഥിക്കുക നല്ലത്. വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഇറങ്ങി ഒരമണിക്കൂർ നടന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഞാൻ എന്താ തെറ്റ് ചെയ്തത്, അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഞാൻ എന്തായിരുന്നു പറയേണ്ടത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് കടന്നു വന്നിട്ട് ഐ ആം സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിവേകമാണ് ഞാൻ സംസാരിച്ചത്, ഒരു ക്ഷമ ചോദിച്ചാൽ അങ്ങ് തീരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ഞാൻ അർത്ഥമാക്കിയത് ഇതാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാക്കിയാൽ ശരിയാകും. എപ്പോഴും നമ്മൾ അർത്ഥമാക്കിയത് പറയില്ലല്ലോ. പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ഒന്ന് അർത്ഥമാക്കിയിട്ട് വേറൊന്ന് പറയും. കേൾക്കുന്ന ആള് പറഞ്ഞ കാര്യമാണ് മനസ്സിലാക്കുന്നത്, ഞാൻ അർത്ഥമാക്കി എന്താന്ന് അവർക്കറിയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിന്നതാ, പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാലേ അത് ചിലപ്പോ അതെ സാമ്പാർ വെക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ വെച്ച് വന്നപ്പോൾ രസമായിപ്പോയി. ഇത് കുഴപ്പമില്ല, രസം ഒഴിച്ച് ചോറുണ്ട, പക്ഷെ സാമ്പാർ ആവില്ല എന്നുള്ളതേ ഉള്ളൂ. സദൃശവാക്യങ്ങൾ 21-23 പറയുന്നത് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നതാണ്. വായും നാവും സൂക്ഷിക്കുന്നവൻ. ഈ വായും നാവും എന്ന് പറയുന്ന സംസാരമാണ്. വാ കൊണ്ടും നാവ് കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് സംസാരം. അതിനെ രണ്ടും സൂക്ഷിക്കുന്നു. തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. പിന്നെ ഡെന്റിസ്റ്റ് അടുക്ക് ചെന്നാൽ അവർ പറയും വായെ സൂക്ഷിക്കണം, നിങ്ങളുടെ 32 പല്ലുണ്ട്, അതിനെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കും. അല്ലെങ്കിൽ എന്നും നിങ്ങൾക്ക് പല്ലുവേദനയായിരിക്കും, എന്നും നിങ്ങൾ എൻ്റെ അടുക്ക് വരണം, റൂട്ട് കനാൽ വർക്കിനും ആ വർക്കിനും ഈ വർക്കിനും വരേണ്ടി വരും. അപ്പോൾ എന്നും പല്ല് തേക്കുകയും ക്ലോസ് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾ വായെ സൂക്ഷിക്കണമെന്ന് പറയും. വേറെ ചില ആളുകളുടെ അടുത്ത് സംസാരിച്ചാൽ അവർ മാറി പുറമോട്ട് ഇച്ചിരി മാറും. അവർ ഇച്ചിരി പുറമോട്ട് മാറുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ വായിക്ക് നാറ്റം ഭയങ്കര. അപ്പോൾ അവർ ചിലപ്പം പറയും വായ സൂക്ഷിക്കണം കേട്ടോ, അടുത്തുനിന്ന് സംസാരിക്കാനൊക്കില്ല. അതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോ സദൃശവാക്യങ്ങളിൽ ശലോമോൻ പറയുന്നത് വായും നാവും സൂക്ഷിക്കുന്നതിന്റെ പ്രാണന്റെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് ഒരുപക്ഷെ പല്ലിനെ കുറിച്ചും നാവ് പൂത്തിരിക്കുന്നതിനെ കുറിച്ചും വായ നാറുന്നതിനെ കുറിച്ചും അല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് വാക്കുകളെ കുറിച്ചാണ്. മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ അടി വീഴുന്നത് വാക്ക് തെറ്റപ്പോഴാണ്. പണ്ട് അണപ്പല്ല് പറഞ്ഞെന്നാണ് പറയുന്നത്, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടായി എൻ്റെ അടിയല്ല ഈ കൊള്ളുന്നത്. അപ്പൊ നാക്ക് അവിടെ നിന്ന് ചിരിച്ചു. അപ്പൊ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തിനാണ് എന്നെ തല്ലുകൊള്ളിക്കുന്നത്. എന്നാൽ വാ തുറക്കുമ്പോൾ പല്ലം അടച്ചു പിടിച്ചാൽ ഈ അടി ഒരിയില്ല, നാക്ക് പുറത്തോട്ടിരിക്കലേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യണം, ചെയ്യാൻ പഠിക്കണം. നമ്മളെ വായും നാവും ഒക്കെ സൂക്ഷിക്കണം. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവർ ചോദിച്ചാൽ ഉത്തരം പറയണം. പറയാതിരുന്നാലും അവരെ ചിലപ്പോൾ രണ്ടെണ്ണം തന്നിരിക്കും. ആളൊക്കെ നോക്കി അവർ തരൂ, എങ്കിലും ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങളിൽ കർത്താവ് ഒരു വലിയ വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, വളരെ വലിയ മുന്നറിയിപ്പ്. എന്താണെന്നറിയോ അത്? എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും
ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം പറയുന്ന ഏത് നിസ്സാര വാക്ക്, ഇവിടെ നിസ്സാര വാക്കെന്ന് പറയുന്നത് തമാശ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാം. അല്ല, നിസ്സാര വാക്കെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊച്ചാക്കാൻ പറയുന്ന വാക്കുകളാണ്. മറ്റുള്ളവരെ കൊച്ചാക്കാൻ പറയുന്ന വാക്ക്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും ചെറുതാക്കാനും അപമാനിക്കാനും അവരെ നിന്ദിക്കാനും ഒക്കെ പറയുന്ന വാക്കുകളുണ്ട്. അതായത് നിസ്സാര വാക്ക്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നാണ് നിസ്സാര എന്ന് പറഞ്ഞു. നിസ്സാര എന്ന് പറഞ്ഞാൽ ഫൂളെന്നാ. സഹോദരനെ വിഡ്ഢി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. മനുഷ്യൻ പറയുന്ന മറ്റു മനുഷ്യരെ മുറിപ്പെടുത്തുന്നാനും വ്രണപ്പെടുത്താനും അവരെ ചെറുതാക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ അപമാനിക്കാനും നാം പറയുന്ന ഏത് വാക്ക്, അത് എത്ര ചെറിയ വാക്കായാലും അതിന് ന്യായവിധി ദിവസത്തിൽ കണക്കാണ്. അതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ റെക്കോർഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇതൊക്കെ എഴുതിയത്. അപ്പൊ അതേക്കുറിച്ച് പറയുന്നത് ഈ കല്ലുകൾ സംസാരിക്കുമെന്ന് ബൈബിളിലുണ്ടല്ലോ. ഈ കല്ലുകൾ സംസാരിക്കും. നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം ഈ തൂണും ഈ മേശയും ഈ കല്ലും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. അതിന്റെ ശാസ്ത്രം അവിടെ വരെ ആയില്ലെന്നേ ഉള്ളൂ. അധികം താമസിയാതെ അവിടെ ആകുമെന്നാ പറയുന്നത്. അവിടെ ആവും. അപ്പൊ ഞാൻ സംസാരിച്ചില്ലെന്ന് പറയാൻ ഒക്കുകയില്ല. കർത്താവ് കല്ലിനോട് പറയും എന്താവും പറഞ്ഞത്. അപ്പൊ കല്ല് റെക്കോർഡിങ് അങ്ങോട്ട് തിരിച്ചു കേൾപ്പിക്കും. അപ്പൊ അതിന് എങ്ങനെയാകട്ടെ, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, നാം ഇതുവരെ സംസാരിച്ചിട്ടുള്ള ഏത് നിസ്സാര വാക്കോട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ന്യായ ദിവസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഭർത്താവിനോടായിരിക്കും, മക്കളോടായിരിക്കും, അയൽക്കാരനോടായിരിക്കും, അത് ചിലപ്പോൾ ദൈവത്തോട് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഇരുന്ന് സ്വയം സംസാരിക്കുന്നതായിരിക്കും. ഏത് നിസ്സാര വാക്കിനും അവിടെ കണക്ക് കൊടുക്കണം. വിശ്വാസികൾക്ക് ഏറ്റവും ബോധമില്ലാത്തൊരു കാര്യം ഇതാ, കണക്ക് കൊടുക്കണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്ത വിശ്വാസി വരുന്നത് പോലെ തട്ടിവിടുക. ഇതിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ എത്ര സൂക്ഷിച്ച് സംസാരിക്കും. പക്ഷെ ദൈവമാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞു എന്താണ്, നിങ്ങൾ സംസാരിക്കുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കും. നിത്യത മുഴുവൻ കിടക്കുകയല്ലേ ന്യായവിധിക്ക്. ഇല്ല, 1-2 ദിവസമൊന്നും അല്ലല്ലോ. സമയം എടുത്ത് അവിടെ ന്യായവിധി നന്നായിട്ട് പറയും. ഒത്തിരി കാര്യങ്ങൾ പറയും. കൂട്ടുകാർ തമ്മിലിരുന്ന് പറഞ്ഞതും, വീട്ടുകാരോട് പറഞ്ഞതും, നാട്ടുകാരോട് പറഞ്ഞതും, ദൈവത്തോട് പറഞ്ഞതും, എന്തെല്ലാം കാര്യങ്ങളാ. ഇതെല്ലാം ന്യായ ദിവസത്തിൽ വരുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? എന്റെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിച്ചാൽ ഭ്രാന്തി പിടിക്കും. പിന്നൊന്നും പറയാനായിട്ട് തോന്നുകയില്ല. അത് നല്ലതാണ്. വളരെ കുറച്ച് മാത്രം പറയുന്നത് നല്ലതാണ്. അത്ര മാത്രമല്ല കർത്താവ് പറഞ്ഞത്, എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാ പറഞ്ഞത്. ഇത് തമാശയായിട്ട് എടുക്കരുത്. ഇത് ലോകത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ഞാനാണ് പറഞ്ഞത്. വളരെ ഗൗരവമായിട്ട് പറയും, എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ രാമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആധികാരികമായി ന്യായാധിപതി ഞാനാണ്. അന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകളും എന്റെ സന്ധിയിൽ നിന്ന് നിങ്ങളോട് ഞാൻ കണക്ക് ചോദിക്കും. എന്തുകൊണ്ട് പറഞ്ഞു? എന്തർത്ഥമാക്കി? എന്തുകൊണ്ടാണ് നീ ഇത് പറഞ്ഞത്? അതൊരു വലിയ വിഷമമുള്ളൊരു ദിവസമാണ്. കർത്താവിന്റെ അടുക്ക് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞില്ല, കർത്താവ് നീ തെറ്റിദ്ധരിച്ചെന്ന് പറയാൻ ഒക്കുകയില്ല. അവിടെ പറയാൻ ആർക്കും ധൈര്യം വരാത്തതായിരിക്കുന്ന ഒരു കാര്യം അതാണ്. അബ്രഹാമിന്റെ ഭാര്യയായ സാറ എങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞില്ലെന്ന്, ഞാൻ ചിരിച്ചില്ലെന്ന്. കർത്താവ് പറഞ്ഞു, നീ ചിരിച്ചടി എന്ന് പറഞ്ഞു. നീ ചിരിച്ചു, പിന്നെ വല്ലതും മിണ്ടാനൊക്കെ. ദൈവത്തിന് നമുക്ക് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എൻ്റെ പ്രിയമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞതാണ്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ദൈവസന്നിധിയിൽ ന്യായവിധിക്കായി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ നീതിമാനാണോ കുറ്റക്കാരനാണോ എന്ന് നിശ്ചയിക്കുന്ന അവൻ സംസാരിച്ചിട്ടുള്ള വാക്കുകൾ. ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞാനൊരു കുറ്റക്കാരനാണോ അതോ ഞാനൊരു നീതിമാനാണോ അത് നിശ്ചയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈ വാക്കുകളൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവർ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കും. എന്തു പറയുന്നു, ആരോട് പറയുന്നു, എങ്ങനെ പറയുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ നാം ശ്രദ്ധിക്കണം.
നാവിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞ ഈ വാക്യം എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. കാരണം ഞാൻ ഈ 83 വർഷങ്ങൾക്കുള്ളിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഞാൻ ദൈവസന്നിധി കുറ്റക്കാരനാണ്, അല്ലെ ഞാൻ ദൈവസന്നിധി നീതിവാനാണ് എന്ന് വിധിക്കപ്പെടാൻ പോകുന്നത് എൻ്റെ വാക്കുകളുമുണ്ട്. അതൊരു വലിയ വിധിയല്ലേ? എന്റെ മൊത്തത്തിലെടുത്തിട്ട് പറയും, കർത്താവ് പറയും, നീയെ ഒരു ദുഷ്ടനായ മനുഷ്യനാണ്, നിന്റെ വാക്കുകളെ വിധിക്കപ്പെടുമെന്നാണ്. നീ ഒരു ദുഷ്ടനായ മനുഷ്യനാണ്. നീ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞ നീ എങ്ങനെ എന്നെ ആരാധിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ് നീ രക്ഷിക്കപ്പെടാനാണെന്ന് എങ്ങനെ അവകാശപ്പെടുന്നത്? അല്ലെങ്കിൽ കർത്താവ് ചിലരോട് പറയും, നീ നീതിമാനായ ഒരു മനുഷ്യനാണ്. യോബിനെ പോലെയുള്ള ആളുകൾ നീതിമാനായ ഒരു മനുഷ്യൻ. യോബിനെ സ്നേഹിതന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. യോബ് അവരുടെ നേരെ ഒറ്റ വാക്ക് പറഞ്ഞു. അവരുടെ വ്യക്തിപരമായ കുറ്റമോ കുടുംബ കുറ്റമോ അവരുടെ പ്രവൃത്തിയോ യോബ് ഒന്നും പറഞ്ഞില്ല. യോബ് തന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ച് അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നീയൊക്കെ ദുഷ്ടന്മാരാണ്, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം എന്നൊന്നും പറഞ്ഞില്ല. ഞാനത് ചെയ്തിട്ടില്ല, ദൈവം വിധിച്ചാലും ഞാൻ കുറ്റക്കാരനല്ല എന്നൊക്കെ പറഞ്ഞതല്ലാതെ യോബ് ഒന്നും പറഞ്ഞില്ല. നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ തിരിച്ച് ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ചിലപ്പോൾ പലതും പറയും. ചില സമയത്ത് നമ്മൾ നമ്മുടെ സ്വരം കൊണ്ടാണ് പറയുന്നത്, വാക്കുകൊണ്ടല്ല, നമ്മുടെ സ്വരം കൊണ്ട്, നമ്മുടെ ടോണെന്ന് പറയില്ലേ, അതെ. ചിലപ്പോൾ നമ്മുടെ ഒരു ചിരിയായിരിക്കും, ഒരു നോട്ടമായിരിക്കും. അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇതാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്കൊരു ബുദ്ധിയുപദേശം തരുന്നു. എന്താണ് ആ ബുദ്ധിയുപദേശം? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെട്ടു. അപ്പൊ അതിനുള്ളതായിരിക്കും ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കർത്താവിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ പറയുമായിരുന്നു. കർത്താവുള്ള ഒരു സന്ദർഭത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ നാം പറയുന്ന പല വാക്കുകളും തമാശകളും ഒരുപക്ഷെ പറയുന്ന പല പ്രസ്താവനകളും നാം പറയില്ല. ചില ആളുകൾ പറയാറുണ്ട്, സാറ് നിൽക്കുന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സാറ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയാനായിട്ട് വയ്യായെങ്കിൽ പിന്നെ കർത്താവ് നിൽക്കുന്നുണ്ടോ? നമ്മളെ ചില ബഹുമാനിക്കുന്ന ചില ആളുകൾ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് നമ്മൾ വിസമ്മതിക്കും. ഇവിടെ നിൽക്കുന്നല്ലേ ഞാൻ പറയാമെന്ന് പറയും. നമ്മുടെ മക്കൾ നിൽക്കുന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചേരെന്ന് പറയും. അപ്പൊ കർത്താവ് പറയുന്നത് അതാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നമ്മുടെ സംസാരം ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആ വർത്തമാനം കേട്ടവർക്ക് കൃപ ലഭിച്ചു. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കാത്ത ദാനമാണെന്നൊക്കെ പറയില്ലേ? നമ്മുടെ കുറവുകൾക്കുള്ള ദൈവത്തിന്റെ പരിഹാരമാണെന്ന് പറയും. കേട്ട ആൾക്ക് അതുകൊണ്ടൊരു അനുഗ്രഹം വന്നോ എന്നാ ചോദിക്കും. കേട്ട ആൾക്ക് അതുകൊണ്ടൊരു അനുഗ്രഹം വന്നു, എന്തെങ്കിലും ഒരു അനുഗ്രഹം വന്നു. ദുഃഖത്തിരുന്നവർക്ക് ആശ്വാസം വന്നോ? തെറ്റ് ചെയ്യാൻ പോയവർ അതുകൊണ്ട് കറക്റ്റഡായോ? തിരുത്തപ്പെട്ടോ? തെറ്റായ കാര്യം ചിന്തിച്ചവർക്ക് ശരിയായ അർത്ഥം എന്താണ്, കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കെട്ടിയിരുന്നിടത്ത് നിങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി, അവർ തിരുത്താനിടയായി. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം, എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണം, അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന കാര്യം മാത്രം പറയണം. ആവശ്യം പോലെ. ഈ വാക്ക് ഞാൻ ഇപ്പൊ പറയേണ്ടതാണോ അതോ ഇപ്പൊ പറയരുതാത്തതാണോ? ചില ആളുകള്, എനിക്കറിയാവുന്ന ഒരു പാർട്ടി അവിടെ മോന് കല്യാണം ആലോചിക്കാൻ പോകും. ചെറുപേരുണ്ട്, ഇരട്ട പിള്ളേരാ. അപ്പോ കല്യാണമൊക്കെ അറിഞ്ഞവർക്ക് ഇഷ്ടമായി. അപ്പം പറഞ്ഞു, കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ മറ്റേ മകൾക്കൂട്ടൊരു കല്യാണമായിട്ട് ഒരുമിച്ച് നടത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഉടനെ ചെറുക്കൻ്റെ അപ്പം പറഞ്ഞു, അയ്യോ അതിന് പ്രയാസമില്ല, ഏറ്റവും വേണ്ടി രണ്ടുപേരെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അവര് മാന്യമായിട്ട് അടിച്ച് പുറത്താക്കി. അപ്പോ അതൊരു തമാശ പറഞ്ഞ അയാള്. കല്യാണം ഒന്ന് നടക്കട്ടെ, പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? പറയാനുള്ളതെന്ന കാര്യമല്ല. അപ്പോ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ, ആവശ്യമില്ലാത്ത ചില വാക്യങ്ങൾ ചിലപ്പോൾ കയറിപ്പോ. പൗലോസ് പറഞ്ഞ് 3 കൂടെ ഉണ്ടാക്കുന്ന ആവശ്യമുള്ള വാക്കാണ്, ഒരാവശ്യമില്ലാത്ത വാക്കാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത ചില വാക്കുകളൊക്കെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ. പിന്നെ പറഞ്ഞ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ.
ആത്മീക വർധന, കൃപ എന്ന് പറയുന്നതാണ് ആത്മീക വർധന. കേൾക്കുന്ന ആൾ അതുകൊണ്ട് സ്തോത്രം എന്ന് പറയാനിടയായി. അവർക്കൊരു ആത്മീയ വർധന ആ വാക്ക് കേട്ടപ്പോ, സ്തോത്രം. അങ്ങനെ സ്തോത്രം പറയാൻ കൊള്ളാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരാവുന്ന, അല്ലാത്ത ഒന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. ഇതൊരു ഭയങ്കര ചലഞ്ചിങ് വാക്യമാണ്. ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ വളരെ കുറ്റക്കാരാണ്. കാരണം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പറയും, കേൾക്കുന്നവരാരും സ്തോത്രം പറയില്ലല്ലോ. ഒന്ന് ചിരിക്കും, അത്രയല്ലേ ഉള്ളൂ. തമാശ പറയുന്നതിന് വചനം എതിരൊന്നും അല്ല. കാരണം സ്വർഗത്തിൽ ഇരിക്കുന്നതിനും ചിരിക്കുന്നു. ദൂതന്മാരോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവോ എന്തെങ്കിലും തമാശ പറയുമായിരിക്കും, അല്ലെ എന്തിനാ ചിരിക്കുന്നത്? നമ്മുടെ ഭോഷത്വം കണ്ടിരിക്കുന്നതായിരിക്കും. അല്ല, അതേക്കുറിച്ചല്ല പറയുന്നത്. ഇന്നസെന്റ് ആയിട്ടുള്ള ജോക്സ് ഉണ്ട്, ആരെയും മുറിപ്പെടുത്താതെ, ആരെയും കുറ്റം പറയാത്ത, ആരെയും താഴ്ത്തി കെട്ടാത്തതായിരിക്കുന്ന തമാശകളുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മനുഷ്യരെ മുറിപ്പെടുത്തുന്ന, മനുഷ്യർക്ക് ഒരു പ്രയോജനവും വരുത്താത്ത ഒത്തിരി കാര്യങ്ങൾ പറയും. കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനവുമില്ല. ചിലർ പറയില്ലേ, എന്താ അവൻ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല, ഒത്തിരി വാചകം അടിച്ചു പോയി, എന്തിനാ അത് പറഞ്ഞത്, ആർക്കു വേണ്ടിയാ പറഞ്ഞത് എന്നൊക്കെ പറയില്ലേ. തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഞാൻ അത് പറഞ്ഞതിന്റെ കാരണം ഇതാണ് എന്ന് സയുക്തികമായി പറയാനായിട്ടിടയാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയണം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് നമ്മുടെ കോപത്തെ ഒന്ന് ശമിപ്പിക്കാനാണ്, നമ്മുടെ ഇഷ്ടക്കേടൊന്ന് കാണിക്കാനാണ്. നമ്മുടെ മനസ്സിൽ ചില വിരോധങ്ങളുണ്ട്, ആ വിരോധങ്ങൾ തീർക്കാനാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മൾ മനുഷ്യരല്ലേ, അതൊക്കെ പറയും. വഴക്ക് കെട്ടാൻ വേണ്ടി ചിലർ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്നു, എന്തെങ്കിലും ഒരു വഴക്ക് ശണ്ട കൂടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ, അങ്ങനെ പറയും. അങ്ങനെയല്ല വിശ്വാസികൾ പറയുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് എൻ്റെ ഉദ്ദേശ്യം, ആവശ്യം പോലെ എൻ്റെ വാക്കുകളുടെ സ്വഭാവം ആവശ്യം പോലെ, ആത്മീയ വർധനയ്ക്കായി ഫലം. ഞാൻ സംസാരിച്ചതിൻ്റെ ഫലം ആത്മീയ വർധന ഉണ്ടായി. പിന്നെ വാക്കുകളുടെ സ്വഭാവം, ആകാത്തത് ഒന്നും വായിൽ നിന്ന് വന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിടാം, കർത്താവെ സംസാരിക്കാൻ പോവുകയാണ്, പ്രശ്നങ്ങളുണ്ട്, പ്രശ്നം തീർക്കാൻ പോവുകയാണ്, ചിലപ്പോൾ ആകരുതാത്തത് വല്ലതും വായിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരാം. അത് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലെ പത്രോസും സമാനമായ വാക്യം പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. നമ്മളെല്ലാവരും ജീവനെ ആഗ്രഹിക്കുന്നവരാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കൊണ്ട് ജീവിച്ചിരിക്കുക എന്ന് മാത്രമല്ല, ആരോഗ്യപരമായി നന്നായി ശുഭമായി ജീവിക്കുന്ന ജീവനെ ആഗ്രഹിക്കുന്നവർ. 83 വയസ്സായ ഞാനും ആഗ്രഹിക്കുന്ന ജീവനെയാണ്. ഒരു വർഷം കൂടെ ജീവിച്ചുള്ളെങ്കിലും അത് നന്നായി ജീവിക്കണം, ഒരു ദിവസം കൂടെ ഉള്ളെങ്കിലും അത് നന്നായി ജീവിക്കണം. ജീവനെ ആഗ്രഹിക്കുന്ന ആളാണ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യും. ശുഭകാലം, നല്ല കാലം കാണും, നല്ല കാലം ഉണ്ടാകണം, മക്കളൊക്കെ നല്ലവരായിരിക്കണം, എൻ്റെ ബന്ധുക്കൾ നാട്ടുകാർ നല്ലവരായിരിക്കണം, വിശ്വാസികൾക്കെല്ലാം നന്മ വരണം, ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആരോഗ്യകരമായി അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവൻ നിങ്ങൾക്കുണ്ടാകണം, ജീവിതം നിങ്ങൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലം ശുഭകാലം എന്ന് പറയത്തക്ക ഒരു കാലമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെയും. നാവ് കൊണ്ട് ഒരു ദോഷവും ആർക്കും ചെയ്യരുത്. അങ്ങനെയുള്ളവർക്കേ ശുഭകാലം വരൂ. അങ്ങനെയുള്ളവർക്കേ ആയുസ്, ആരോഗ്യം, ബലമൊക്കെ ദൈവം തരും. അതുപോലെ വ്യാജം പറയാതെ പറയുന്ന വാക്കുകൾ, കാര്യങ്ങൾ 100% സത്യമായി. നമ്മളെ സത്യമൊന്നുമല്ല 100% പറയുന്നത്. നമ്മൾ ഒത്തിരി, ഇപ്പൊ ഉദാഹരണമായിട്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കയറി വരുന്ന, സൗര ഊണ് കഴിച്ചാണോ എന്ന് ചോദിച്ചാൽ കഴിച്ചാ എന്ന് പറയും. ഇപ്പൊ കഴിച്ചത് തന്നെ പറഞ്ഞുള്ളൂ, ഊണെന്നുള്ള വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഊണ് കഴിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ കഴിച്ചതാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ എന്താ ധരിക്കുന്നത്? വട കഴിച്ചാന്നല്ല ധരിക്കുന്നത്, ബോണ്ട കഴിച്ചാണെന്നല്ല ധരിക്കുന്നത്, ഊണ് കഴിച്ചെന്ന് തന്നെയല്ലേ ധരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ പറഞ്ഞ? ഊണ് കഴിച്ചതല്ല, ഞാനൊരു ബോണ്ട തിന്ന് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചാണ്, എനിക്കിപ്പോ ആഹാരത്തിന്റെ ആവശ്യമില്ല, ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചു എന്ന് പറയരുതോ? അതല്ലേ സത്യം. എന്തിനാ അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഊണ് കഴിച്ചാണെന്ന്? എന്നിട്ട് നമ്മളിങ്ങനെ വിശന്നിരിക്കുക, വീട്ടിൽ ചെല്ലാൻ പറയാം, അവർ ഊണ് കഴിക്കാനൊക്കെ വിളിച്ചതാവും, ഞാൻ ഊണ് കഴിച്ചാന്ന് പറഞ്ഞു. ഏതാണ് വലിയ കാര്യം നേടിയെന്ന് പോലെ പറയുന്നത്. അങ്ങനെ പറയരുത്.
ഞാൻ ഊണ് കഴിച്ചതല്ല എന്ന് തന്നെ പറയണം. നിങ്ങൾ ക്ഷണിച്ചതിന് നന്ദി. പക്ഷെ ഞാൻ കാപ്പിക്കടയിൽ കയറി വടയും ചായയും കഴിച്ചതാണ്, അല്ലെങ്കിൽ ഒരു പൊറോട്ടയും കാപ്പിയും കുടിച്ചതാണ്. എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവും. അതാണ് വ്യാജം പറയാതെ അതിലത്ത് ഇണക്കിക്കൊണ്ടെന്ന് പറയുന്നത്. ഡോക്ടറെ അടുക്ക ചെന്ന് എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുമില്ലെന്ന് പറയും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വീട്ടിൽ ബുക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ? അത് നമ്മുടെ ഒരു ശൈലിയാ. എങ്ങോട്ട് പോകുന്നു? ഓ വെറുതെ. മാനസിക രോഗം ഉണ്ടോ ഇങ്ങനെ വെറുതെ റോഡിൽ കൂടെ നടക്കാൻ? ഒരു വഴിക്ക് വരെ പോവുകയാണ്. എവിടെയാണെന്ന് പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അതെന്റെ പ്രൈവറ്റ് കാര്യം. ഒരു വഴിക്ക് വരെ പോകും, ഒരാളെ കാണാൻ പോകും. ആരെയാന്ന് ചോദിച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞാൽ മതി. അത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് എല്ലാം അറിയണം, എല്ലാം അറിയണം. അത് പഴയ ഇക്കാലത്ത് ഇപ്പൊ അങ്ങനെ ആരും ചോദിക്കാറില്ല. കാരണം ഇങ്ങനെ വഴി കൂടെ നടന്നു പോകാറുമില്ലല്ലോ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവിടുന്ന് എലന്തൂർ ജംഗ്ഷൻ വരെ വന്നാൽ ഒരു അതിശോക്തി ഒന്നുമില്ല, ഒരു 10-50 പേരെങ്കിലും കുഞ്ഞൂനം കൊണ്ടുപോകും, കുഞ്ഞൂനം കൊണ്ടുപോകും, കുഞ്ഞൂനം കൊണ്ടുപോകും, കുഞ്ഞൂനം കൊണ്ടുപോകുക. അതെല്ലാവർക്കും ഉത്തരം പറയണം. പിന്നെ എന്തിനാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എന്തിനാ പോകുന്നത്? ചേട്ടി ഞാൻ എന്തിനാ പോകുന്നത് ഇവരോടെല്ലാം പറയണോ? അത് നിങ്ങളുടെ ബിസിനസ് അല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടില്ലേ ഉത്തരം പറഞ്ഞത്? ധിക്കാരി അല്ലേ? അല്ല, അപ്പൊ നമ്മള് സത്യമേ പറയാവൂ. ഞാൻ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനാ പോകുന്നത്, അതേക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞു പോയാൽ അവരെന്തേലും ഊഹിക്കും. ഓ, വ്യക്തിപരമായ ആവശ്യം. പക്ഷെ കള്ളം പറയാനില്ല, പറയുന്ന കാര്യം സത്യമായിരിക്കണം. മുഴുവൻ സത്യവും പറയണമെന്നില്ല, അങ്ങനില്ല. കർത്താവ് തന്നെ ചോദിച്ച കാര്യത്തിൽ എല്ലാ സത്യവും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഒരു വ്യാജമായ കാര്യം ഒരിക്കലും തന്റെ വായിൽ നിന്ന് വന്നില്ല. എല്ലാ സത്യവും പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയേണ്ടതായിരിക്കുന്ന കാര്യമൊന്നുമല്ല, അവരുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷെ പറയുന്ന കാര്യം സത്യമായിരിക്കണം, ദൈവ മുൻപാകെ മനുഷ്യന്റെ മുൻപാകെ. അതിൽ കളവ് പാടില്ല. അപ്പോ ജീവനെ ആഗ്രഹിക്കാത്ത ആളുകളാണോ ആരെങ്കിലും ഉണ്ടോ? പല ആളുകളുടെ ജീവൻ ശുഭമല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ശരിയല്ല പോവുക. പാടെ ഒരു പറയില്ലേ, ഒരു തട്ടിപ്പും വെട്ടിപ്പുകാരനുമാണെന്ന് പറയാറുണ്ട് ചിലരെ കുറിച്ച്. എന്താ ഈ തട്ടിപ്പും വെട്ടിപ്പും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല്, ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിർത്തിയും സൂക്ഷിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലുമൊക്കെ കൃത്രിമങ്ങൾ ഇങ്ങനെ കാണിച്ചിരിക്കും. സ്ട്രെയിറ്റ് ഫോർവേഡ്. എന്ന് പറഞ്ഞാൽ എന്നും കർത്താവ് പറഞ്ഞാൽ, നിങ്ങളുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നോ. അതിലപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നവർ. സാത്താനുമായി ബന്ധപ്പെട്ടതാണ്, ദൈവവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്കങ്ങനെ പറയാൻ അനുവാദമില്ല. യാക്കോബ് 1:26 നമ്മള് ആദ്യം ഞാൻ വായിച്ച വാക്യമാണ്. എന്തായിരുന്നു ആ വാക്യം നമ്മൾ വായിച്ചത്? നിങ്ങൾ ഒരുവൻ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. ഒരു ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ നാവിന് കടിഞ്ഞാനിടുന്നവനാ ഭക്തൻ. ഈ കടിഞ്ഞാണെന്ന് പറയുന്നത് കുതിരക്കിടുന്ന ഒരു സാധനമാണ്. എന്തിനാ കുതിരയുടെ കടിഞ്ഞാണ്? അതിനെ നിയന്ത്രിക്കാനാണ്. അതുപോലെയാണ് നാവിന് കടിഞ്ഞാനിടുക എന്ന് പറയുന്നത്. നിന്റെ സംസാരത്തെ നീ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, എന്ത് പറയണം, എന്ത് പറയരുത്, എപ്പോൾ പറയണം, എപ്പോൾ നിർത്തണം എന്നൊക്കെ നിനക്ക് നിയന്ത്രണമില്ലെങ്കിൽ നീ ഒരു ഭക്തനായ മനുഷ്യനല്ല, നിന്നെ തന്നെ വഞ്ചിക്കുന്ന ഒരാളാണ്. ഒരു ഭക്തന്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ അവന്റെ നാവിന്റെ മേൽ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ 15:1 നാം ഇങ്ങനെ വായിക്കുന്നു: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഞാനിവിടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. നല്ല മനുഷ്യനായിരുന്നു, പ്രധാനക്കാരനായിരുന്നു. മലബാറിലെ സുവിശേഷ വില ചെയ്യുന്ന ഒരു അച്ചായനായിരുന്നു. അച്ചായനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഉചിതമായി സംസാരിക്കാനുള്ള ഭയങ്കര കഴിവുള്ളവരാണ്. ഒരു സുവിശേഷ വേല ഇങ്ങനെ ചെയ്യാനായിട്ട് പോയി ഒരു കത്തോലിക്ക വീട്ടിലോട്ട് കയറുമ്പോ ആ കത്തോലിക്ക വീട്ടിൽ അവരുടെ അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഉടനെ അച്ഛൻ പറഞ്ഞു, ദുരുപദേശം കൊണ്ട് വന്നിരിക്കുക അല്ലയോ നീ? ഉടനെ പറഞ്ഞു, അച്ഛോ, ദുരുപദേശത്തിന് കുത്തക അച്ഛന് മാത്രമല്ലല്ലോ, ദുരുപദേശം പറയാനുള്ള കുത്തക അച്ഛന് മാത്രമല്ലല്ലോ, ഞങ്ങൾ ഒരിച്ചിട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോരാ. പിന്നെ അച്ഛനൊന്നും പറയാൻ ഒക്കില്ല, ദുരുപദേശം കൊണ്ട് ഇറങ്ങിയിരിക്കുക. അല്ല, ദുരുപദേശം പറയാനുള്ള കുത്തക നിങ്ങൾക്ക് മാത്രമാണോ? അല്ലല്ലോ. വേറൊരു വീട്ടിൽ RSSകാരൻ വീട്ടിൽ അദ്ദേഹം ചെന്നപ്പോഴാ കയറിപ്പോരുന്നു, ക്രിസ്ത്യാനികൾ എന്നെ വീട്ടിൽ മുറ്റത്ത് കയറ്റിയില്ലെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, അല്ല, ക്രിസ്ത്യാനികൾ മുറ്റത്ത് കയറിയാൽ നിങ്ങൾ ക്രിസ്ത്യാനിയായി തീരുമെന്ന് ഭയമാണെന്ന് ചോദിച്ചു. അങ്ങനെ ഭയമൊന്നുമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വന്നിരുന്ന ഒരു ദിവസം സംസാരിച്ചാലും ഞങ്ങൾ ക്രിസ്ത്യാനിയാകില്ല, എന്നെ പിന്നെ എന്തിനാ പേടിക്കുന്നത് ചോദിച്ചാൽ,
കയറി വരാൻ പറഞ്ഞത് 1 മണിക്കൂറുള്ള അപ്പൊ അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് നർമ്മരസം എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾ എന്താ നിങ്ങളുടെ മുറ്റത്ത് കയറിയാൽ ഞങ്ങൾ നിങ്ങളുടെ മുറ്റത്ത് കയറിയാൽ നിങ്ങൾ ക്രിസ്ത്യാനിയായി പോകും? നിങ്ങളുടെ മുറ്റത്ത് നിങ്ങൾ ക്രിസ്ത്യാനികൾ എല്ലാം കൂടെ വന്നാൽ ഞങ്ങൾ ക്രിസ്ത്യാനിയാകും. പിന്നെന്താ ഇത്ര പേടി? ഞാൻ കയറുന്നില്ല, എന്നാ കയറി വരാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ചിലപ്പോ അച്ഛനോട് പറയാം ഞങ്ങൾ ദുരുപദേശക്കാരല്ലേ, അച്ഛൻ എന്താ പറയാം ഞങ്ങൾ ഉപദേശം ചുമ്മാ ആവശ്യമില്ലാത്ത വസ്ത്രം പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വഴക്കുണ്ടായിട്ട് അവസാനം വീട്ടുകാർ വന്ന് പറയും നിങ്ങൾ പോയി മനുഷ്യരെ, ഞങ്ങളുടെ അച്ഛനെ ചീത്ത പറയാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്നാണ്. ഭാര്യമാര് കോപിച്ച് അങ്ങനെ തിളച്ച വെള്ളം പോലെ, പാല് തിളച്ച് വരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോൾ ഒരു തുള്ളി മൃദുവായ ഉത്തരം അതിലേക്ക് ഇടാമെങ്കിൽ താഴെയോട്ടൊന്ന് അങ്ങ് പോകും അല്ലേ? ഉപ്പ് കൂടിപ്പോയി കറിക്ക്, ഉള്ള ഉപ്പെല്ലാം കൂടെ കോരി അടിച്ചിരിക്കുക, ഞാൻ ആ പ്രഷർ കൂടി ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വേണം നിനക്ക് വേറെ ആരും കെട്ടാൻ. തിരിച്ചെന്ന് പറയാം എന്തൊരു നല്ല കറിയാണ്, ഫസ്റ്റ് ക്ലാസ് കറി, ഉപ്പ് ഒരു ശകലം കൂടി എന്ന് പറയുന്നത്. മറ്റേത് പറയാനുള്ള കാര്യം പറഞ്ഞില്ലേ? അപ്പൊ പറയുമ്പോ എത്ര നല്ല കറിയാന്ന് പറഞ്ഞ് കള്ളമല്ലേ? കള്ളമല്ല, ആ ഉപ്പ് കുറഞ്ഞിരുന്നെങ്കിൽ അത് നല്ല കറിയായിരുന്നു. ആ പറഞ്ഞ എത്ര നല്ല കറിയാണ്, ഉപ്പ് അല്പം കൂടിപ്പോയി. അപ്പൊ പറയേണ്ടതുപോലെ ഉത്തരങ്ങൾ പറയാനായിട്ട് അങ്ങനെ സാധിക്കണം. നമുക്ക് മൃദുവായ ഉത്തരം പറയാനായിട്ട് അറിയില്ല, നമ്മൾ കഠിനമായിട്ട് സംസാരിക്കും. കഠിനമായിട്ട് ചില പോലീസ് സ്റ്റേഷൻ ചെന്നാൽ പോലീസുകാർ സംസാരിക്കുന്ന പോലെയാണ്. പിന്നെ അവർക്കതേ അറിയത്തുള്ളൂ, അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന അങ്ങനെയാണ്. എൻ്റെ ഒരു സ്നേഹിതന് പോലീസിലെ റിക്രൂട്ട്മെന്റ് കിട്ടി, അദ്ദേഹത്തെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അദ്ദേഹം ട്രെയിനിങ്ങിന് പോയിട്ട് വന്ന് പറഞ്ഞു, അവിടുത്തെ ട്രെയിനിങ് പറയുന്നത് ആര് വന്നാലും 2 നിലത്തിലാണ് ചവിട്ടിയിട്ട് ചമ്മാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയാം. അപ്പൊ അവനെ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വരുന്നവനെ ആദ്യം അങ്ങ് പേടിപ്പിക്കണം. അവനെ ജോലി എടുത്തില്ല, അവൻ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്ന, ആര് സ്റ്റേഷനിൽ ചെന്നാലും വളരെ രാഷ്ട്രീയക്കാരൻ കാതി കിട്ടി എന്നാലും സാറേ ഇരിക്കുന്നു പറയും, അല്ലാതെ ആര് ചെന്നാലും എന്തോ. നമ്മുടെ ഒരു സഹോദരൻ പോലീസ് സ്റ്റേഷനിലെ ബൈക്കിന് പെർമിഷൻ വേണ്ടി ചെന്നതാ. ചെന്നങ്ങോട്ട് ചെന്നിട്ട് ഇൻസ്പെക്ടർ കണ്ടിട്ട് ഹലോ സാർ എന്ന് പറയും. ഇതെന്താണോ ടെലിഫോൺ ബൂത്താണോ? ഹലോ സാർ ഇതാ അവിടെ പറയും, വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി 2 മണിക്കൂർ അവിടെ നിന്നു. ഈ ഹലോ എന്നൊന്നും ഇവിടെ പറയില്ല, ഇവിടെ സാറ് ബഹുമാനപൂർവ്വം ഒക്കെ ചെല്ലണം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഓരോ സിറ്റുവേഷനിലും ഉത്തരം എങ്ങനെയാ പറയേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഓരോരുത്തരോട് എങ്ങനെയാ, പ്രായമുള്ളവരോട് എങ്ങനെയാ, കൊച്ചു പിള്ളേരോട് എങ്ങനെയാ. ചില ആൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് ഇപ്പം നിന്നെ പട്ടിക്ക് കൊടുക്കും, ഇപ്പം നിന്നെ സിംഹത്തിന് കൊടുക്കും എന്നൊക്കെ പറയും. കൊച്ചു കിടന്ന് കരച്ചിലേ കരച്ചു, ഇപ്പം നിന്നെ കൊടുക്കും, ഇപ്പം നിന്നെ. ആ മനുഷ്യനെ കാണുമ്പോൾ ജീവിതകാലം മുഴുവനും ഒരു ദുഷ്ടനായ മനുഷ്യൻ, പിള്ളേരെ സിംഹത്തിന് കൊടുക്കുന്ന, പട്ടിക്ക് കൊടുക്കുന്ന മനുഷ്യൻ അങ്ങനെയല്ലേ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഷേവ് ചെയ്യാത്ത താടിയൊക്കെ ഇട്ട് മുഖത്ത് 3 ഒരക്കെ ഉരച്ച് കൊച്ചിന്റെ ജീവൻ പോയി. പിന്നെ ആ മനുഷ്യൻ വിളിക്കുമ്പോൾ കൊച്ചു അങ്ങോട്ട് കൊടുക്കും. അല്ല, ഇവനൊക്കെ മര്യാദയില്ലോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ മൃദുവായ ഉത്തരത്തിൽ വരുന്ന ഇതെല്ലാം മാന്യമായ പെരുമാറ്റം, അതൊക്കെ നമ്മൾ ശീലിക്കണം. മൂഢന്മാരുടെ വായാണ് ഭോഷത്വം പൊഴിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വേറും മൂഢന്മാരാണ്. ഞാന് എൻ്റെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് വന്നു, അയാളുടെ ഭാര്യയും അയൽക്കാരുമായിട്ട് എന്തോ വഴക്കോ എന്തോ പ്രശ്നം ഉണ്ടായതെ സംബന്ധിച്ച കേസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയാ, സാറിന് എൻ്റെ ഭാര്യ അറിയത്തില്ലയോ അവളെങ്ങനെയാന്ന്? പോലീസുകാരൻ ഇൻസ്പെക്ടറോട് പറയുന്നത്, ഇതോടെ പറഞ്ഞ നിന്റെ ഭാര്യ എനിക്കറിയാമെന്നോ? അത് അയക്കാൻ പറയുന്ന കാര്യമാണ്. അയാളുടെ ഭാര്യ ഇൻസ്പെക്ടർ അറിയോ? സാറിന് അറിയില്ല എൻ്റെ ഭാര്യ എങ്ങനെയാന്ന്? അപ്പൊ ഓരോ മനുഷ്യരും ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങള് അങ്ങനെ പറയും. അപ്പൊ പിന്നെ നാവിനെ എങ്ങനെ മെരുക്കാവുന്ന, നാവിനെ എങ്ങനെ മെരുക്കും? 19ാം സങ്കീർത്തനത്തിന്റെ 14ാമത്തെ വാക്യത്തില് പറയുന്നത്, നമ്മുടെ ചിന്തകളെയും സംസാരത്തെയും ദൈവത്തിന് സമർപ്പിക്കാമെന്ന്. ഞാൻ എന്താ പറയാൻ പോകുന്നത് നീ ദൂരവേ ഗ്രഹിക്കുന്നു, ദൂരവേ ഗ്രഹിക്കുന്നു, ഞാൻ ഇന്നതാ പറയാൻ പോകുന്നത്. അപ്പൊ കർത്താവെ, ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന കാര്യം നല്ലതാണോ, അത് ആൾക്ക് എങ്ങനെ സ്വീകരിക്കും, അവിടുത്തേക്ക് അറിയാമല്ലോ. അത് അദ്ദേഹത്തിന് സ്വീകാര്യം അല്ലെങ്കിൽ ആ വാക്ക് സംസാരിക്കാതിരിക്കാൻ സ്റ്റോപ്പ്. ചില സന്ദർഭത്തിൽ ചില ആളുകളോട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. അവരെന്തിനും പൊട്ടിത്തെറിക്കുന്ന ആളുകളാണ്. അവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. പ്രശംസയിൽ വീണുപോകാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഏത് മൂഢനായാലും അവൻ്റെ ഒരു പ്രശംസ കൊടുത്താൽ ഞാൻ വിചാരിക്കുന്നു കളവൊന്നും പറയണ്ട. ഏത് മനുഷ്യനും നന്മയുണ്ടല്ലോ, എന്തെങ്കിലും ഒരു നന്മവശം കണ്ടിട്ട് ആ നന്മവശത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഒരു നല്ല അപ്പനായിരിക്കും. ഞാൻ സാറിനെ കുറിച്ച് പല ചിന്തിക്കാറുണ്ട്. മക്കളൊക്കെ എന്ത് നല്ല പിള്ളേരാ,
സാർ ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല പിതാവ് എന്ന് പറഞ്ഞാൽ അയക്ക് ഭയങ്കരമായിരിക്കും, അങ്ങ് പൊങ്ങും. എന്നാ ഇരുന്നാൽ എന്തിനാ? അതെ. അപ്പോ എന്തെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു നന്മ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും എന്തെങ്കിലും നന്മ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അവിടെ കുറ്റം പറഞ്ഞാലോ? സങ്കീർത്തനം 119:11 പറയുന്നത് നമ്മുടെ ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കുക. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായേ. അപ്പൊ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാന്ന് പറയരുത് കേട്ടോ.